നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. VM സുധീരന്റെ ജനരക്ഷായാത്രയിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിട്ടുനിന്നതിനെ ചൊല്ലി വിവാദം. സുധീരൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതായി മുല്ലപ്പള്ളിക്ക് പരാതി. വിവാദം അടിസ്ഥാനരഹിതമെന്ന് സുധീരൻ വിശദീകരണം ചോദിക്കില്ല. JDU പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റം. UDF വിടുന്നതിനെ ചൊല്ലി തർക്കം. മന്ത്രി KP മോഹനൻ VM സുധീരനുമായി കൂടിക്കാഴ്ച നടത്തി. കതിരൂർ മനോജ് വധക്കേസിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന് വീണ്ടും CBI നോട്ടീസ്. ചൊവ്വാഴ്ച CBIയുടെ തലശ്ശേരി ക്യാമ്പ് ഓഫീസിൽ ഹാജരാകണം. നോട്ടീസ് നൽകുന്നത് ഇത് രണ്ടാം തവണ. VK സിംഗ് സൈനിക മേധാവിയായിരിക്കെ പട്ടാള അട്ടിമറിക്ക് നീക്കം നടന്നുവെന്ന മനീഷ് തിവാരിയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസ് തള്ളി. നിലപാടിൽ ഉറച്ച മനീഷ് തിവാരി. തന്റെ പുസ്തകം പോയി വായിക്കാൻ മനീഷ് തിവാരിക്ക് VK സിംഗിന്റെ മറുപടി. പരീക്ഷണ ഓട്ടത്തിനുള്ള കൊച്ചി മെട്രോയുടെ ആദ്യ കോച്ച് മുട്ടം യാർഡിലെത്തിച്ചു. കോച്ചുകളുടെ കൂട്ടിയോജിപ്പിക്കൽ 12-ാം തീയതി മുതൽ. പരീക്ഷണ ഓട്ടം ഈ മാസം 23-ന്. ഉത്തര കൊറിയയുടെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിനെതിരെ ദക്ഷിണ കൊറിയൻ ആകാശത്ത് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ. ദക്ഷിണ കൊറിയയ്ക്ക് സംരക്ഷണം ഒരുക്കാനെന്ന വിശദീകരണം. ഉച്ചഭാഷിണി പ്രചരണം അവസാനിപ്പിക്കണമെന്ന് ദക്ഷിണ കൊറിയയ്ക്ക് ഉത്തര കൊറിയയുടെ മുന്നറിയിപ്പ്. ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ സമഗ്ര മേഖലകളിലും വികസനമുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി 4ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് സമാപിച്ചു. പഠന കോൺഗ്രസിൽ ഉയർന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. അഴിമതി തടയാൻ നിലവിലെ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജാതി മതശക്തികൾക്ക് ഭരണത്തിൽ ഇടപെടാൻ അനുവാദമുണ്ടാകില്ലെന്ന് കോടിയേരി പറഞ്ഞു. അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ച കേരളം ലക്ഷ്യം വെക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേരള വികസനത്തിന് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവുമായാണ് AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച 4ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് സമാപിച്ചത്. ജൈവകൃഷി, കുടുംബശ്രീ എന്നിവയെ കേന്ദ്രീകരിച്ച് ജനകീയാസൂത്രണത്തിന്റെ 2ാം പതിപ്പ് നടപ്പാക്കണമെന്ന് പരിപാടിയുടെ മുഖ്യ സംഘാടകനായ തോമസ് ഐസക് പറഞ്ഞു. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അഴിമതിക്ക് പഴുതു കൊടുക്കാത്ത രീതിയിൽ ഭരണപരിഷ്കരണം നടപ്പാക്കണം. ഇതിനായി EK നയനാർ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച ഭരണപരിഷ്കരണ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും കോടിയേരി പറഞ്ഞു. ജാതിമത ശക്തികൾക്ക് ഭരണത്തിൽ ഇടപെടാൻ അവസരം ഉണ്ടാകരുത്. ഭരണ നിയന്ത്രണം തന്നെ ഈ ശക്തികൾ ഏറ്റെടുത്തപ്പോഴാണ് ഭരണത്തിൽ ഇടപെടാൻ വേണ്ടത്ര കഴിയാത്ത വിവിധ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവർ അസ്വസ്ഥരാകുകയും ഇവിടെ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ഇത്തരം മതമൗലികവാദ ശക്തികൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതി കേരളത്തിലുണ്ടായിരിക്കുന്നത്. മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറഞ്ഞതായി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേരളത്തിലെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നം പരിഹരിക്കണമെന്നും പരമ്പരാഗത വ്യവസായം സംരക്ഷിക്കണമെന്നും പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടു. Successive congresses on Kerala studies that have been held, we have striven to strike out an alternative pro-people path of development. മാധ്യമരംഗം, അധികാര വികേന്ദ്രീകരണം, കലാ, സാംസ്കാരികം, സാമൂഹ്യ സുരക്ഷ തുടങ്ങി 52 സെഷനുകളായി 500-ലധികം വിദഗ്ധരാണ് പഠന കോൺഗ്രസിൽ പങ്കെടുത്തത്. വ്യത്യസ്ത വിഷയങ്ങളിലെ 6 സിമ്പോസിയങ്ങളാണ് 2 ദിവസമായി നടന്ന പഠന കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടത്. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഡോക്ടർ മേരി ജോർജ്, TM തോമസ് ഐസക്, ശ്രീ മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീമതി മേരി ജോർജ്, CPIMന്റെ വികസന കാഴ്ചപ്പാടുകളാണ് ഈ 4ാമത് പഠന കോൺഗ്രസിൽ വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അടുത്ത ഭരണകൂടം, അവർ നേതൃത്വം നൽകുന്ന ഭരണകൂടമാണെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന കാഴ്ചപ്പാടുകളുടെ ഒരു ആകത്തുക കൂടിയായി നമ്മൾ ഇതിനെ കാണണം. കേരളത്തിലെ പൊതുസമൂഹം ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതായത് 2011 ഒരു ഇൻറ്റേരിം ബജറ്റ് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചിരുന്നു. അത് ഭരണ തുടർച്ചയുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ അടുത്ത 5 വർഷം 40,000 കോടിയുടെ മുതൽ മുടക്ക് സംസ്ഥാനത്ത് കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് സോഴ്സ് ആയിട്ട് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന്, കോഓപ്പറേറ്റീവ്സിൽ നിന്ന് ഒക്കെ കടമെടുക്കുമെന്നും മറ്റ് സാധ്യതയുള്ള കടങ്ങൾ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേർക്ക് അനുവദിച്ചിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള വായ്പ, ഇതെല്ലാം പ്രയോജനപ്പെടുത്തി 40,000 കോടിയുടെ എന്ന് പറഞ്ഞ ഒരു 5 വർഷത്തേക്കുള്ള പരിപ്രേക്ഷ്യം കാണിക്കുന്ന ഒരു ബജറ്റായിരുന്നു അദ്ദേഹം അന്ന് കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അദ്ദേഹം കൊണ്ടുവന്ന
ആ ബഡ്ജറ്റിനനുസരിച്ച് തുടരാനായില്ല. കാരണം ഒരു ഭരണ മാറ്റം തന്നെ വന്നു. ഇപ്പോൾ ഇനി അടുത്ത ഭരണം LDFനാണ് എങ്കിൽ 50,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കാരണം ഒരു എന്താ പറയുക, ഇടതുപക്ഷത്തിൻ്റെ നിലപാടിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. അതായത് കടം കൊള്ളാം, PPP ഊന്നി പറയുന്നുണ്ട് അവരുടെ നയരേഖയിൽ. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പൊതു സ്വകാര്യ സംരംഭങ്ങൾ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ BOT അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആകർഷിക്കാം എന്ന് പറയുന്നുണ്ട്. പൊതു സ്വകാര്യ സംരംഭങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ അതായത് വിഴിഞ്ഞം പോർട്ടൊക്കെ കണക്കിലെടുക്കാം. അപ്പം ഇങ്ങനെ അതായത് അതിന് മുമ്പ് വരെ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് ഈ പൊതു സ്വകാര്യ സംരംഭങ്ങളെ പറ്റി അത്ര ആശാവഹമായ അല്ലെങ്കിൽ സ്വാഗതാർഹമായ ഒരു കാഴ്ചപ്പാടല്ല ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റം വന്നു. ആ കാഴ്ചപ്പാടിലെ മാറ്റം തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വേറെ ഒന്നുള്ളത്, ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പാർട്ടി അതിൻ്റെ നയം രേഖയിൽ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം PPP, BOT ഇതൊക്കെ ഉണ്ടാകണം എന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് BOTയുടെ കാര്യം തീർച്ചയായും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച്. കൂടുതൽ വ്യക്തത വരുത്താൻ ഡോക്ടർ മേരി ജോർജ് ദയവായി തുടരുക. ഡോക്ടർ മാത്യു കുഴൽനാടൻ, സംരംഭകർക്ക് ആവേശപൂർണ്ണം കടന്നു വരാനും തൊഴിലെടുക്കാനും ജീവിക്കാനും പറ്റിയ നാടായി കേരളത്തെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് കേരള പഠന കോൺഗ്രസിലെ അധ്യക്ഷ പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. CPIMനെ സംബന്ധിച്ചായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചായാലും അവർ ഇനിയൊരു സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നയരേഖ തന്നെയാണ് ഈ പഠന കോൺഗ്രസിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിസ്തർക്കമാണ്. ഈ പുതിയ കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ഈ വ്യക്തത വരുത്തലിനെ എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ അഭിലാഷ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയത്തോട് CPMന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം, അത് പ്രത്യയശാസ്ത്രപരമായ പ്രതികരണം, അതായിരിക്കും കുറച്ചും കൂടുതൽ കറക്റ്റ് ആയിരിക്കുക. അത് ബഹുമാനായ തോമസ് ഐസക്കിൽ നിന്നും കേട്ടിട്ട് എനിക്ക് അദ്ദേഹത്തോടൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ. അതായത് തീർച്ചയായിട്ടും പഠന കോൺഗ്രസിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സ്വാഗതാർഹമാണ്, വളരെ ഞങ്ങളെല്ലാം വെൽക്കം ചെയ്യുന്നതാണ്. CPMന് ഉള്ളിൽ തട്ടി ഇതുപോലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവർ ചിന്തിക്കുന്നു. അത് പ്രവർത്തിക്കാനാണ്, അതൊരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറിയതനുസരിച്ച് CPM ഇപ്പോൾ അവരുടെ പ്രഖ്യാപനങ്ങളിലും പ്രസംഗങ്ങളിലും മാറ്റം നമ്മൾ കാണുന്നു. പക്ഷേ ഇതിനെ പ്രത്യയശാസ്ത്രപരമായി എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നുവെന്ന് ബഹുമാനായ തോമസ് ഐസക്കിൽ നിന്ന് കേട്ടിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് ആമുഖമായി ഈ പഠന കോൺഗ്രസിൽ പറഞ്ഞ കാര്യങ്ങളെ, മഹാഭൂരിപക്ഷം കാര്യങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്ന നിലപാടാണ്. 5 മിനിറ്റ് കൂടി എടുക്കും ശ്രീ മാത്യു കുഴൽനാടൻ ഡോക്ടർ തോമസ് ഐസക് എത്തിച്ചേരാൻ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അതിനു മുൻപ് ശ്രീ A. സജീവൻ, ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ CPIM അവരുടെ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും മലക്കം മറച്ചിലുകളോ ഒക്കെ നടത്തിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പോൾ ഈ സൂചിപ്പിച്ചിരിക്കുന്ന കേരള പഠന കോൺഗ്രസിൽ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളിൽ സംസാരിച്ച പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പുതുമയുള്ളതാണ്? മലക്കം മറച്ചിലെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം മാറ്റം സ്വാഭാവികമായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അതിനെ മലക്കം മറിച്ചിലായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഇതൊരു സമൂഹത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കലാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യതിചലിക്കുമ്പോഴാണ് അത് മലക്കം മറിച്ചിലായിട്ട് മാറുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. CPM നേരത്തെ പണ്ട് കാലത്ത് എല്ലാ ആളുകളും ഇപ്പോൾ കഴിഞ്ഞ ഇവരുടെ ഈ നിലപാടിനെ കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുള്ളതിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു, ട്രാക്ടറിനെതിരെ സമരം ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ യാഥാർത്ഥ്യവുമാണ്. ഒരു കാലികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് പാർട്ടി മാറാതിരിക്കുക, പാർട്ടിയുടെ പ്രവർത്തകർ മാറാതിരിക്കുക എന്നുള്ളത്, പാർട്ടിയുടെ നയം മാറാതിരിക്കുക എന്നുള്ളത് ഒരു കാലത്ത് CPMന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത കാര്യമാണ്. അവരെപ്പോഴും നെഗറ്റീവായിട്ട് നിന്നു. തൊഴിലാളി വർഗത്തിൻ്റെ, നേരത്തെ മാത്യു കുഴൽനാടൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും എനിക്ക് തോന്നുന്നത്, തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പോകുമോ എന്നുള്ളത് കൊണ്ട് കാലം മാറിയതറിയാതെ പലതിനെയും അവർ നിഷേധിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ കാലത്തിനനുസരിച്ചിട്ട് പാർട്ടിയുടെ നയങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. പഴയ രീതിയിലുള്ള വർഗസമര സിദ്ധാന്തമല്ല ഇപ്പോഴുള്ളത്, അങ്ങനെയുള്ള ഒരു മുതലാളിത്ത സംസ്കാരമല്ല ഇപ്പോഴുള്ളത് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ്
ഈ ഒരു മാറ്റത്തിലേക്ക്, അതായത് ഇപ്പോൾ നെഗറ്റീവായിട്ട് നിന്നാൽ നേരത്തെ കമ്പ്യൂട്ടറിനെതിരെയും ട്രാക്ടറിനെതിരെയും ഒക്കെ നിലപാടെടുത്തതുപോലെ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ അറിയാം. ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് വോട്ടർമാർ നല്ലൊരു ശതമാനവും പുതുതലമുറയാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, തൊഴിൽ അന്വേഷകരാണ്. അവർക്ക് വേണ്ടത് പാടങ്ങളിലെയും മറ്റും തൊഴിലല്ല, അവർക്ക് വേണ്ടത് ഈ IT യുഗത്തിലുള്ള അങ്ങനെയുള്ള IT സ്ഥാപനങ്ങളിലെ തൊഴിലാണ്. അപ്പോൾ അതിനനുസരിച്ച് പാർട്ടിയും മാറണം. ആ മാറ്റം വരുന്നുവെന്ന് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ നേരത്തെ മാധ്യമങ്ങൾ സംശയിച്ച പോലെ സംശയിക്കേണ്ട കാര്യമില്ല. ഇത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി തന്നെ എടുത്ത തീരുമാനമായിരിക്കണം, ആവണമല്ലോ. അല്ലാതെ വെറുതെ ഒരു രസത്തിന് വേണ്ടി പറയില്ല. പഠന കോൺഗ്രസിൽ ഇത് വന്നിട്ടുള്ളത് നല്ല കാര്യമാണ്. അവർ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണെങ്കിൽ പോലും ഞങ്ങളിതാ ഇങ്ങനെ മാറിയിരിക്കുന്നുവെന്ന് വോട്ടർമാർക്ക് ഇടയിൽ പറയുന്നത് അത് ശരി. അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ടി.എം. തോമസ് ഐസക്, കേരളത്തിന് പുതിയൊരു വികസന പരിപ്രേക്ഷ്യം നൽകുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുമ്പോൾ അത് CPIM മുൻപെടുത്തിരുന്ന നിലപാടുകളിൽ നിന്നുള്ള ഒരു മലക്കം മറിച്ചിലാണോ? അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായ എന്തെങ്കിലും തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ? ഒരു മലക്കം മറിച്ചിലും ഇല്ല. സത്യത്തിൽ ഈ ചർച്ച അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ആദ്യത്തെ പഠന കോൺഗ്രസ് അല്ലല്ലോ, 4ാമത്തേതല്ലേ. എന്തിനാ 1ാമത്തെ പഠന കോൺഗ്രസ് വിളിച്ചു ചേർത്തത്? കൊള്ളാടൻ പറഞ്ഞത് ശരിയാ, എന്നിട്ട് സജീവൻ പറഞ്ഞതും. ഞാൻ ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ നാട്ടിലുണ്ടാകുന്ന സമ്പദ്വിഭാഗത്തിൽ നീതിപൂർവമായ പങ്ക് ഈ നാട്ടിലെ തൊഴിലാളിക്കും കൃഷിക്കാരനും ഒക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിയെടുക്കുന്നവരാണ്. അങ്ങനെ അവരെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഈ പാർട്ടി ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായി വളർന്നു. അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്തരത്തിൽ നാട്ടുകാർക്ക് ക്ഷേമമൊക്കെ മേടിച്ചു കൊടുക്കുന്നതിൽ വലുതായിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ സാമ്പത്തിക ഉൽപ്പാദനം വളരെ മുരടിച്ചു നിൽക്കുകയാണ്. അതിന് വേഗത കൂട്ടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ പുനർവിതരണത്തിന്റെ നേട്ടങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് 1ാം പഠന കോൺഗ്രസ് ചർച്ച ചെയ്തത്. 2ഉം 3ഉം പഠന കോൺഗ്രസ് ആയപ്പോഴേക്കും കാര്യങ്ങൾ മാറി. ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു കേരളം സാമ്പത്തിക വളർച്ച കൂടിക്കഴിഞ്ഞിരിക്കുന്നു. 80കളുടെ അവസാനം മുതൽ അങ്ങനെ ഗതിമാറ്റം കേരളത്തിന്റെ വികസനത്തിനുണ്ടായി. അപ്പോ ഞാൻ നോക്കിയപ്പോ കണ്ടത് ഈ സാമ്പത്തിക വളർച്ച നമ്മുടെ ഉൽപാദന മേഖലയെ ഒട്ടും സ്വാധീനിക്കുന്നില്ല. അതിനെന്ത് വേണം? അതിന് 2ഉം 3ഉം പഠന കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞത് നമ്മൾ പുതിയ വളർച്ചാ മേഖലകളിലേക്ക്, IT വ്യവസായത്തിലേക്ക്, BT ടെക്നോളജികള്, ലൈറ്റ് എഞ്ചിനീയറിംഗ്, നമുക്ക് കൂടുതൽ ശ്രേയസ് ഉണ്ടാക്കാൻ പറ്റുന്ന അനുയോജ്യമായ വ്യവസായ തുറകളിലേക്ക് നമ്മൾ മാറണം. ഇതിപ്പോ എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ എന്നൊരു കാര്യം നടക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് ഈ മാറ്റം വരുന്നില്ല എന്നുള്ളൊരു പരിശോധന ഞങ്ങളുടെ 4ാം പഠന കോൺഗ്രസ് നടക്കുന്നു. അനുക്രമമായിട്ട് ഞങ്ങളുടെ നിലപാടിന്റെ ഒരു വളർച്ചയാണ്, അല്ല ഒരു മലക്കം മറിച്ചിലും ഇല്ല. റൈറ്റ്, അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ദയവായി തുടരുക ഡോക്ടർ തോമസ് ഐസക്. ഡോക്ടർ മേരി ജോർജ്, അങ്ങനെ കാലഘട്ടത്തിന് അനുസൃതമായി നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോൾ നിലപാടുകളിൽ നിരന്തരം സ്വയം പുതുക്കലുകളും വ്യക്തത വരുത്തലുകളും നടത്തേണ്ടി വരും. അതിനപ്പുറത്തുള്ള എന്തെങ്കിലും കൗതുകം ഇക്കാര്യത്തിലുണ്ടോ? ഇതിലൊരു കൗതുകം ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2011 ഡോക്ടർ ഐസക് കൊണ്ടുവന്ന ഇൻറ്ററിം ബജറ്റിൽ, ഇടക്കാല ബജറ്റിൽ 40,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ 5 വർഷം കൊണ്ട് കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരു നയരേഖ രൂപപ്പെടുത്തുമ്പോൾ 50,000 കോടിയായിട്ട് അത് വർദ്ധിക്കുന്നത് സ്വാഭാവികം മാത്രം. പക്ഷേ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു 50,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൗഹൃദ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദാനി ഗ്രൂപ്പിന് നമ്മളെ വിഴിഞ്ഞം പ്രോജക്റ്റ് കൊടുക്കാൻ ഒരു PPP മോഡിൽ കൊടുക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ച് ഒരുപാട് പേര് ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്തവരാരും തന്നെ അവസാന ഫൈനൽ റൗണ്ടിൽ വന്നില്ല. അങ്ങനെ ഗവൺമെൻറ് പോയി വിളിച്ചിട്ടാണ് അദാനി ഗ്രൂപ്പ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ എല്ലാവിധ ആദായകരമായിട്ട് ഈ പ്രോജക്റ്റ് നടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ പോലും
അതിൽ ഒരു ഭയമുണ്ട്. റൈറ്റ്, അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഡോക്ടർ ടി എം തോമസ് ഐസക്, കേരളത്തിൽ ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ പഠന കോൺഗ്രസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച പിണറായി വിജയന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സംരംഭകർക്ക് ആവേശപൂർണ്ണം കടന്നുവരാനും തൊഴിലെടുക്കാനും ജീവിക്കാനും പറ്റിയ നാടായി കേരളത്തെ മാറ്റേണ്ടതുണ്ട് എന്ന്. അതായത് അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇല്ല എന്നുള്ളത് CPIM സമ്മതിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ലാത്തത്? ഇവിടെ ഉണ്ടായിട്ടുള്ള ട്രേഡ് യൂണിയൻ സംസ്കാരം അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ? അതിനെ തിരിച്ചറിയുന്നുണ്ടോ? ആ അർത്ഥത്തിൽ ഒരു മാറ്റം, ഒരു സംരംഭകൻ, ഒരു നിക്ഷേപകൻ ഇങ്ങോട്ട് വന്നാൽ മാറണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അതല്ല മുഖ്യമായിട്ട് കാണുന്നത്. ഒരു അധ്യായം തന്നെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനത്തെക്കുറിച്ച് ഈ രേഖയിലുണ്ട്. കേരളത്തിൽ സംഘടിത മേഖലയിൽ കൂലി അല്ലെങ്കിൽ കൂലിയുടെ വിഹിതം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കുറവാണ് എന്ന് മാത്രമല്ല, സംഘടിത മേഖലയിൽ നടക്കുന്ന സമരങ്ങൾ അത് 2-2.5 ദശാബ്ദമായിട്ട് അഖിലേന്ത്യാ ശരാശരിയിൽ കുറവാണെന്ന് മാത്രമല്ല, ഈ അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൊഴിൽ സംഘർഷമൊന്നുമല്ല നിക്ഷേപകരെ മാറ്റി നിർത്തുന്നത്. പിന്നെന്ത് എന്നുള്ള ചോദ്യമുണ്ട്. ഭയാശങ്കകളുണ്ടാവും. ഈ 57-59 വിമോചന സമര കാലം മുതൽ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഈ വലിയ ഭയാശങ്കകളുടെ എല്ലാം ബാക്കി ഉണ്ടാക്കും. പക്ഷെ അതൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മിനിമം വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈ രേഖയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നുന്നത് ഇത്തരത്തിൽ മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിൽ അതിവേഗ റെയിൽ കോറിഡോർ ആവാം, അതല്ലെങ്കിൽ അതുപോലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ അതിവേഗത്തിൽ തന്നെ സൃഷ്ടിക്കണം. ഒരു 5 വർഷത്തിനുള്ളിൽ സൃഷ്ടിക്കണം. അതിന് പരിപാടി വേണം. അതിനെങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഇത്ര ഗൗരവമായിട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചർച്ച ചെയ്യപ്പെട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതാണ്. അല്ലാതെ നിക്ഷേപ സൗഹൃദമല്ലാതായി തീരുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവവും പിന്നെ നമ്മുടെ സർക്കാർ ഏജൻസികൾ വേണ്ടത്ര ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുമാണ്. കേരളത്തിന്റെ പുതിയ വികസന മാതൃകയിൽ CPIM ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ IT-BT പ്രതിരോധം തുടങ്ങിയ രംഗങ്ങളിൽ മലിനീകരണ മുക്തമായ ആധുനിക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, കൃഷിയുടെ ഉൽപാദനക്ഷമത കൂട്ടണം, കൃഷിയെ ആധുനികീകരിക്കണം, തണ്ണീർത്തട സംരക്ഷണം പോലെയുള്ള പരിസ്ഥിതി സംരക്ഷണ മേഖലകളിൽ നിന്ന് പിന്നോട്ട് പോകരുത്, പൊതുഗതാഗത സംവിധാനങ്ങൾ അതിലെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെട്ടതാക്കണം, കുറഞ്ഞ ചെലവിൽ പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ ഒട്ടനേകം താങ്കൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട്? ഞാൻ ഇന്ന് അവിടെ ഈ പാർട്ടി പഠന കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ കൽക്കട്ടയിലായതുകൊണ്ട് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ മുമ്പിൽ ഡോക്യുമെന്റ് ഇല്ല. പക്ഷെ ധാരാളം ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ വരുന്ന വാർത്തകളിൽ വരുന്ന ശകലങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് CPM ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഒരു വലിയ ക്യാമ്പയിൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ പൂർണ്ണമായി മാറ്റി റെയിൽ കോറിഡോർ ആണെങ്കിലും അല്ലെങ്കിൽ അതിവേഗ പാതയാണെങ്കിലൊക്കെ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ പ്ലാറ്റിറ്റ്യൂഡുകളാണ്. അതായത് എല്ലാവർക്കും പറയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പൊ CPM-ഉം UDF-ഉം തമ്മിലുള്ള പ്രശ്നമൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഐസക് പറഞ്ഞ ഒരു കാര്യത്തിൽ യോജിപ്പാണ്. തൊഴിൽ മേഖലയിൽ ഇപ്പൊ സംഘർഷമൊന്നുമില്ല. തൊഴിലാളികളും മാനേജ്മെന്റും ഒരുമിച്ചാണ് പലപ്പോഴും സമരങ്ങളിൽ പങ്കെടുക്കുന്നത്. വ്യവസായം നിലനിർത്താൻ വേണ്ടി FACT ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇന്ന് അന്യദേശത്തു നിന്നുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ധാരാളമായിട്ടുള്ള ഒന്ന് പണിയെടുക്കുകയാണ്. നമുക്ക് തൊഴിലാളികളെ കൊടുക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ. നമുക്കിപ്പോ സപ്ലൈ ചെയ്യാൻ ലേബർ ഇല്ല. അതുകൊണ്ട് ലേബറിന്റെ ആധിക്യവും നമുക്കില്ല. വാസ്തവത്തിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് മാന്യമായ കൂലി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു വിഷയമാണ്. അതുകൊണ്ട് ലേബർ ഇപ്പൊ ഒരു പ്രോബ്ലമേ അല്ല. ഒന്ന് എന്താണ് പക്ഷെ പ്രശ്നമുള്ളത് നമുക്ക് എൻവയോൺമെന്റ് ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് വൻകിട വ്യവസായങ്ങൾ തുടങ്ങണമെന്നൊക്കെ എഴുതി വെക്കാൻ എളുപ്പമാണെങ്കിൽ നടപ്പാക്കാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ പ്ലെയിൻ ലാൻഡുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഊഷര ഭൂമികൾ എന്ന് വിളിക്കാവുന്ന കർണാടകത്തിലോ ആന്ധ്രയിലോ ഒന്നും പോലെയുള്ള ഭൂമികളില്ല. അപ്പോൾ വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇനി നിലം നകത്തിനോട് ഞാൻ യോജിപ്പല്ല. ഇനി നിലം നകത്തിയാൽ തന്നെ ആ നിലമൊന്നും അത്ര സ്ഥലങ്ങളൊന്നും അത്ര അനുയോജ്യവുമല്ല പല പല വ്യവസായങ്ങൾ നടത്താനായിട്ട്. അപ്പൊ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വ്യവസായങ്ങൾ, ഇപ്പൊ IT വ്യവസായം നമുക്ക്
അനുയോജ്യമാണെന്ന് കണ്ടിട്ടുണ്ട്. കുറച്ച് നല്ല നികത്തിയിട്ടും അല്ലാതെയായിട്ടൊക്കെ കുറെ സ്ഥലങ്ങൾ നമ്മൾ ടെക്നോ പാർക്കിന്റെ അടുത്തും അതുപോലെ കൊച്ചിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന മൾട്ടി സ്റ്റോറി ബഹുനില കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കാവുന്ന ഒരു വ്യവസായമാണ് IT വ്യവസായം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ടൂറിസം. ടൂറിസവും എൻവയോൺമെന്റ് കേട് വരുത്താതെ ഇനിയും കുറെ കൂടെ ടൂറിസത്തിന് ഉള്ളറകളിലേക്ക് കയറിപ്പോയിട്ടുള്ള റൂറൽ ടൂറിസം ഒക്കെ ഇനിയും വളരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഹെൽത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇന്നലെ ഐസക് മറ്റൊരു ചാനലിൽ അതിനെ വളരെയധികം പരിഹസിക്കുന്നത് കേട്ടു. എനിക്ക് അതിനോട് യോജിപ്പില്ല. നമുക്ക് ഒരുപാട് ആശുപത്രികൾ തുടങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ആയുർവേദത്തെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. ആയുർവേദം 2 തരത്തിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഒന്ന്, ആയുർവേദം മരുന്നും കൊണ്ട് യൂറോപ്പിലേക്ക് പോകാനാണ് കുറെ ആൾ ശ്രമിച്ചത്, ഗ്ലോബൽ ആയുർവേദ. അതിന് അത്ര ഫെയിലിയർ ആയിരുന്നു. അത് അവിടെ ഒന്നും എത്താൻ പോകുന്നില്ല, അടുത്ത കാലത്തൊന്നും എത്താൻ പോകുന്നില്ല. മറിച്ച് അവരിങ്ങോട്ട് വരാൻ തയ്യാറാണ്. നമ്മുടെ ടൂറിസത്തെ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന അത്രയും നല്ല ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് അവരിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. തീർച്ചയായും ചർച്ചയിൽ തുടരുക ശ്രീ CP ജോൺ. ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ സാമൂഹ്യ മേഖലയിൽ കേരളം കൈവരിച്ചിരിക്കുന്ന വലിയ പുരോഗതിയുണ്ട്. അതിനൊപ്പം സാമ്പത്തിക രംഗം കൂടി വരിക, അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കുറേ നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ ഏതെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല. അത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, തൊഴിൽ ചൂഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, മറ്റേത് തലത്തിലും ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഇക്കാര്യം നടത്താം എന്നുള്ളതല്ല. അവിടെ എവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് ഉയരുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർ പറഞ്ഞ ആശയങ്ങളോട് ഉള്ള വിയോജിപ്പല്ല. ഞാൻ ബഹുമാനായ തോമസ് ഐസക് നമ്മുടെ സംസ്ഥാനത്ത് ധനകാര്യമന്ത്രിയായിട്ടിരുന്ന് നടപ്പിലാക്കിയിട്ടുള്ള പല നടപടികളോടും വളരെ യോജിപ്പുള്ള ആളും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുമാണ്. എസ്പെഷ്യലി ഈ ടാക്സസിന്റെ കാര്യങ്ങളൊക്കെ, ഈ കൊമേഴ്സ് കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിന് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ CPM ഈ പഠന കോൺഗ്രസിലൂടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ആത്മാർത്ഥത ഉള്ളതാണ് എങ്കിൽ ഈ കേരള സമൂഹത്തോട് മറുപടി പറയേണ്ട കാതലായ ചില ചോദ്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് 10 വർഷക്കാലം മുമ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വന്ന ഈ ആശയത്തെ തടഞ്ഞു നിർത്തിയതിന്റെ ഉത്തരവാദിത്വം CPM-നാണ്. നമ്മൾക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ നിരവധിയും അനവധിയുമാണ്. 2015 IT വ്യവസായത്തിന്റെ ഇന്ത്യയിലെ വരുമാനം എന്ന് പറയുന്നത് $147 ബില്യൺ ആണ്. $147 ബില്യൺ. ഇത് കേരളത്തിലെ ഗ്ലോബലൈസേഷന് ശേഷം കേരളത്തിൽ കിട്ടുമായിരുന്ന ഒരു നൂറ്റാണ്ടിന്റെ അവസരമായിരുന്നു ഇത്. സ്മാർട്ട് സിറ്റി തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ഒരു സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ ഇത് റിയൽ എസ്റ്റേറ്റ് വ്യവസായമാണ് എന്ന് പറഞ്ഞ് ഈ IT വ്യവസായത്തെ കേരളത്തിന് പുറത്തങ്ങ് കാസർഗോഡും ഇങ്ങ് തിരുവനന്തപുരത്തും തടഞ്ഞു നിർത്തിയത് CPM-ന്റെ സമരങ്ങളാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്ന അവസരം പോയില്ല. കേരളത്തിലേക്ക് വരുമായിരുന്ന ലോകത്തിലെ എല്ലാ മൾട്ടിനാഷണൽ IT കമ്പനികളുടെയും ഡെസ്റ്റിനി കേരളമായിരുന്നു. കാരണം വിദ്യാസമ്പന്നമായ, സംസ്കാര സമ്പന്നമായ, നല്ല കാലാവസ്ഥയുള്ള, നല്ല ക്ലൈമറ്റുള്ള സുന്ദരമായ പ്രദേശം അവർക്ക് വരാൻ കഴിയുമായിരുന്നു. അവർ വില്ലിംഗ് ആയിരുന്നു. ദേ വർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ്. ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് CPM-ന്റെ പൊളിറ്റിക്കൽ അറോഗൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ നിലപാടുകളാണ്. അത് വഴിമാറി ഒഴുകി. വഴിമാറി എങ്ങോട്ടാണ് ഒഴുകിയത്? അങ്ങ് ചെന്നൈയിലും ഹൈദരാബാദിലും ബോംബെയിലും ബാംഗ്ലൂരിലും കേരളത്തിന് അവസരം. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 15 വർഷം കൊണ്ട് $102 കോടി മാത്രമാണ് കേരളത്തിൽ വിദേശ നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് അത് $26,500 കോടി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് IT കയറ്റുമതിയുടെ കാര്യത്തിൽ 5.2 ലക്ഷം കോടി രാജ്യം, അതേസമയം കേരളം 10,000 കോടി മാത്രം. ഇങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിൻ്റെ കാരണക്കാരാര് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ പക്ഷത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെ തടഞ്ഞത് മുൻപ് ഈ FDI പോലെയുള്ളവയെ വളരെ അശ്ലീലമായി കണ്ട് രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിച്ചതുകൊണ്ട്, പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പല പദ്ധതികൾ വരുന്നതിനെ തടസ്സപ്പെടുത്തിയതുകൊണ്ട്, തടസ്സവാദം ഉന്നയിച്ചതുകൊണ്ട്, ഒബ്സ്ട്രക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് CPIM അടക്കമുള്ള ഇടത് കക്ഷികൾ സ്വീകരിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേരളത്തിന് സംഭവിച്ചത് എന്നുള്ളതാണ് ആക്ഷേപം. IT തന്നെ എടുക്കൂ. ഈ ടെക്നോ പാർക്ക് പണിയാൻ തുടങ്ങിയത് ഇടതുപക്ഷം നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴല്ലേ? അതിനുശേഷം CPM എന്ത് ചെയ്തിട്ട് അവിടെ വ്യവസായം വരായിരുന്നത്? CPM ആണെങ്കിലും അല്ല കോൺഗ്രസ് ആണെങ്കിലും ഇങ്ങനെ ടെക്നോ പാർക്ക് തുടങ്ങി വെച്ചാൽ പോരാ, അതിന് 10 കോടി രൂപ 15 കോടി കൊടുത്താൽ പോരാ, ആവശ്യമായിട്ടുള്ള വിഭവം നീക്കി വെക്കുന്നതിനുള്ള അമാന്തമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നമ്മളെ മറികടക്കാൻ സാധ്യത വരുത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് ഞങ്ങളെത്തുന്നത്.
എൻ്റെ 2009-10 ബഡ്ജറ്റിൽ ഈ അതിവേഗ റെയിൽപാതയ്ക്ക് പ്രഖ്യാപനം മാത്രമല്ല 25 കോടി രൂപ KSIDCക്ക് വെച്ചു എൻ്റെ ഫീസിബിലിറ്റി നടത്താൻ, അതിനുള്ള കമ്പനിക്കുള്ള നിയമാവലിയും കാര്യങ്ങളും നടത്താൻ. എന്തേ ഒന്നും വരായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം? അതല്ലെങ്കിൽ നമ്മുടെ റോഡുകൾ നവീകരിക്കണം, 40,000 കോടി രൂപ വരുമെന്ന് നേരത്തെ പ്രൊഫസർ മേരി ജോർജ് പറഞ്ഞല്ലേ, കണക്ക് കൂട്ടി. 40,000 കോടി രൂപ എങ്ങനെ സമാഹരിക്കാൻ പറ്റാം? വളരെ ലളിതമായിട്ടുള്ളൊരു ബിസിനസ് മോഡൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടാക്കുക, കമ്പനിക്ക് നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ടാക്സിൻ്റെ ഒരു പാതി കൊടുക്കുമെന്ന് നിയമം ഉണ്ടാക്കുക. അങ്ങനെ ഫ്യൂച്ചർ ഭാവിയിൽ ഇവർക്കിങ്ങനെ വർദ്ധിച്ചുള്ള വരുമാനം അഷ്വേർഡ് ആകുമ്പോൾ അവർക്ക് പുറത്ത് പോയിട്ട് സെക്യൂരിറ്റൈസ് ചെയ്യാം. ഇന്ന് പണം എവിടെ നിന്ന് വേണമെങ്കിലും വായ്പ മേടിച്ച് അവർക്ക് റോഡ് പണിയാം, തിരിച്ചടവോ സർക്കാർ നാളെ കൊടുക്കുന്ന അഷ്വേർഡ് ആയിട്ടുള്ള പണത്തിൽ നൽകാം. ഈ കാര്യം ചിദംബരത്തിന് പോലും തർക്കമില്ലാതിരുന്ന കാര്യമാണ്. 5 വർഷമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പറ. എന്നിട്ടിപ്പോൾ 5ാം വർഷം ഈ പണി തന്നെ ചെയ്യാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. എന്തിനൊക്കെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞേച്ചാൽ മതി. എന്താ അതിവേഗ റെയിൽപാത 5 വർഷമായിട്ട് അനങ്ങാത്തത്? എന്താണ് റോഡ് നിർമ്മാണ പദ്ധതി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങി പോയത്? അതല്ലെങ്കിൽ ഈ ടെക്നോ പാർക്കിനും മറ്റും ആവശ്യമായ പണം നീക്കി വെക്കാൻ പറ്റാതെ പോയത്? അതാണ് താങ്കൾക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാം. ഇവിടെ എക്സ്പ്രസ് ഹൈവേ ഒന്നും വരണ്ട. എന്തുകൊണ്ടാണ് നിലവിലുള്ള റോഡുകളൊക്കെ വീതി കൂട്ടി മികച്ച റോഡുകളായി മാറാത്തത്? എന്തുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോരായ്മ വരുന്നത്? എന്തുകൊണ്ടാണ് IT അടക്കമുള്ള രംഗങ്ങളിലെ വളർച്ച, അതിന്റെ കയറ്റുമതിയുടെ വളർച്ച കുറയുന്നത്, അല്ലെങ്കിൽ വലിയ തോതിൽ മുന്നോട്ട് പോകാത്തത്? ഇതിനൊക്കെയുള്ള ഉത്തരം എന്താണ്? ഈ IT രംഗത്തുള്ള വളർച്ച ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് പഠിച്ചിട്ടേ എന്നോട് ചോദിക്കാവുള്ളൂ. ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ IT രംഗത്ത് വളർച്ച ഉണ്ടായത്. ഒന്ന്, പിന്നെ ഒരു കാര്യം എനിക്ക് ചെറിയൊരു പബ്ലിക് പെർസെപ്ഷനോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന മുഴുവൻ ITയും കേരളത്തിലേക്ക് വരുമായിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അതൊരു സാധ്യത മുഴുവൻ സാധ്യതയായിരുന്നില്ല. ഉദാഹരണത്തിന് ബാംഗ്ലൂരും കേരളവും തമ്മിലുള്ള ഇക്കോസിസ്റ്റം എന്നുള്ള പറയും. ഒരു എഞ്ചിനീയറിംഗ് ഇക്കോസിസ്റ്റം നമുക്ക് കേരളത്തിലായി വരുന്നേ ഉള്ളൂ. ബാംഗ്ലൂർ ലക്ഷണമൊത്ത ഒരു എഞ്ചിനീയറിംഗ് ഇക്കോസിസ്റ്റം ഉള്ള ഒരു ടൗൺ ആണ്. അത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കാലത്ത് വിശ്വേശ്വരയ്യരുള്ള ആളുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, വലിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ രൂപങ്ങൾ, അതുപോലെ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, അതിന്റെ തുടർച്ചയായിട്ടാണ് ബാംഗ്ലൂര് IT ഇൻഡസ്ട്രിയിലേക്ക് കയറിപ്പോയത്. കേരളം വളരെ വേഗം ആ ഇക്കോസിസ്റ്റം ഉണ്ടാക്കി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. നമുക്കത്ര എഞ്ചിനീയറിംഗ് ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റില്ല. നമുക്ക് സൗത്ത് ഇന്ത്യയിലെ മറ്റാരെക്കാളും മുന്നിലേക്കൊക്കെ പോകാമായിരുന്നു വിചാരിക്കുമ്പോൾ നമ്മൾ വളരെ ചെറുതായിരുന്നു കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ IT രംഗത്ത് വലിയൊരു ഫെയിലിയർ ഒന്നും അല്ല. ഇനിയും നമുക്ക് വളരാനുള്ള മാർഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് 5 കൊല്ലക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന് മുമ്പ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇനിയും IT രംഗത്ത് നമുക്ക് ദൂരം മുന്നോട്ട് പോകാനും നമുക്ക് തിരുവനന്തപുരം മുതൽ ഏതാണ്ട് ആറ്റിങ്ങൽ വരെ ഒരു വലിയ കോറിഡോർ ഉണ്ടാക്കാനുള്ള നടപടി ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ കാര്യം നേരത്തെ സ്നേഹിതൻ പറഞ്ഞു, വളരെ ശരിയാണ്. സ്മാർട്ട് സിറ്റി വന്ന സമയത്ത് എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയത്. വാസ്തവത്തില് നമ്മുടെ ദുബായിലെ ഷെയ്ഖും മറ്റുമൊക്കെ കൂടെ വന്നിട്ട് അവർക്കൊരു 200 ഏക്കർ ഭൂമി കൊടുക്കുന്നതിന് നമ്മുടെ VS അച്യുതാനന്ദനൊക്കെ പറഞ്ഞത് എന്തൊരു കൊള്ളക്കാരന് കൊടുക്കുന്ന പോലെയല്ലേ. വാസ്തവത്തിൽ ഒരു പൂങ്കാവനം വയ്ക്കാൻ 200 ഏക്കർ ചോദിച്ചാൽ ദുബായിക്ക് കൊടുക്കേണ്ടതാണ് നമ്മൾ. കാരണം അത്രയും അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. തുടരുക ശ്രീ CP ജോൺ. ശ്രീ A സജീവൻ, ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഏകദേശ തുടർച്ചയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. ഇവിടെ ഇപ്പോൾ CPIM ഒരു പുതിയ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു എന്നതിലുപരി അവരുടെ വികസന കാഴ്ചപ്പാട് വിശദീകരിക്കുകയാണ്. അത് ഈ അവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കുള്ള, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ കണ്ടാൽ മതിയോ? ഇല്ല, ആരോപണങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ കണ്ടിട്ട് കാര്യമില്ല. കാരണം അവർ വരാൻ പോകുന്ന 5 വർഷക്കാലം തങ്ങൾക്ക് ഭരണം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു നയപരിപാടിയാണ്. എന്താണ് ഞങ്ങൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ രൂപമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് നേരത്തെ ഐസക് പറഞ്ഞ പോലെ UDFിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ നടപ്പാക്കിയോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ലക്ഷ്യം വെക്കുന്ന കുറേ പദ്ധതികളുണ്ടാകാം. ആ പദ്ധതികളൊക്കെ നടപ്പാക്കാനുള്ള
അതിന് ഫീസിബിൾ ആണോ കാര്യം, അതിന് ഫീസിബിലിറ്റി സ്റ്റഡി ശരിക്കും നടത്തിയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. പഠന കോൺഗ്രസ് ഇങ്ങനെ കുറേ ആശയങ്ങൾ വെച്ചു, അത് ആശയങ്ങൾ മാത്രമായിട്ട് വെച്ചുകൊണ്ട് കാര്യമായില്ല. കേരളത്തിൽ അത് നടപ്പാക്കാനുള്ള സാധ്യത എന്താണ്, അതിനുള്ള അടിസ്ഥാന സൗകര്യമുണ്ടോ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ ഐസക്കൊക്കെ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വലിയ പദ്ധതികൾ പറയും, പക്ഷേ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴേക്കും ആ പദ്ധതിയുടെ കാലാവധിയും കഴിയും, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് വികസനം വേറെ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങൾ കാണണം. അടുത്ത 5-10 വർഷത്തിൽ, 5 വർഷത്തേക്ക് പോലുമല്ല കാണുന്നുണ്ട്, 10-20 വർഷത്തേക്ക് കേരളത്തിൻ്റെ വികസനം എന്തായിരിക്കണം, IT തലത്തിൽ എന്തായിരിക്കണം, വ്യവസായ രംഗത്ത് എന്തായിരിക്കണം, റോഡുകളുടെ കാര്യത്തിൽ എന്തായിരിക്കണം, ഇങ്ങനെ ഒരു വ്യക്തമായ പേഴ്സ്പെക്റ്റീവോട് കൂടിയിട്ട് കാര്യങ്ങൾ കണ്ട് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴേ വെക്കണം. 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ളതല്ല, അത് 3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന പദ്ധതി പോലും മനസ്സിലുണ്ടായിരിക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ 6 മണിക്കൂറിന് ഉള്ളൊരു പദ്ധതി തയ്യാറാക്കിയാലും കുറേ കഴിഞ്ഞാൽ ഇക്കാര്യം പോരാ. നമ്മൾ 4 വരിപ്പാത ആലോചിച്ചുകൊണ്ട് 4 വരിപ്പാതയ്ക്കുള്ള സ്ഥലം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് 8 വരിപ്പാതയായിരിക്കും ആവശ്യം. അപ്പോൾ ഇങ്ങനൊരു വ്യക്തമായ ധാരണയോടുകൂടി പോകണം. അതുകൊണ്ട് ഇപ്പോൾ പഠന കോൺഗ്രസ്സിൽ വെച്ചിട്ടുള്ള കുറേ ആശയങ്ങളാണ്, അതിന് ഒന്നിൻ്റെയും ഫീസിബിൾ ആണെന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ശരിക്കും വേണ്ടത് ഈ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഭരണം കിട്ടിയ ഉടനത്തെയോ ശരിയായ പെട്ടെന്ന് തന്നെ ഭരണം കിട്ടിയ 5 വർഷം വരെയും ഞങ്ങൾ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കും എന്ന് പറയുകയല്ല വേണ്ടത്. ആ പദ്ധതികൾ 5 വർഷത്തിനകം നടപ്പാക്കാവുന്ന പൂർണ്ണമായിട്ട് നടപ്പാക്കിയാൽ അടുത്ത 5 വർഷം ഒക്കെ ഹർത്താൽ ഡിക്ലയർ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് മുമ്പേ ടെക്നോ പാർക്കിൽ എത്തുകയാണ്. എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് അവരവിടുന്ന് പുറപ്പെടുന്നത്. ഇതുപോലെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായാൽ ഒരു ബിസിനസ്സുകാരനും, അതായത് വിദേശ ബിസിനസ്സുകാരനാകട്ടെ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവനാകട്ടെ, കേരളത്തിൽ തന്നെയുള്ള NRI ആകട്ടെ, ഇവിടെ ഒരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കണം എന്ന് വിചാരിക്കുകയില്ല. അതുകൊണ്ട് ബിസിനസ് അന്തരീക്ഷം, ബിസിനസ് സൗഹൃദ അന്തരീക്ഷം ഉണ്ട് എന്ന് ആരൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചാലും ഇല്ല എന്നതാണ് സത്യം. ശരി, അതാണ് ഡോക്ടർ DM തോമസ് ഐസക്. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യത്തിലേക്ക് വന്നാൽ,
ഇന്നലെ പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിച്ചു. ജീവനക്കാരുടെ സംഘടനകളും അവരുടെ അവകാശ പോരാട്ടങ്ങളും അല്ല യഥാർത്ഥ പ്രശ്നം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ച ഹർത്താലുകളാകട്ടെ, പെട്ടെന്നുണ്ടാകുന്ന സമരങ്ങളാകട്ടെ, ഇതൊക്കെ ഈ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിന് അലോസരമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണോ? അതിനെ മറികടക്കുക എന്നതുകൂടി ഉണ്ടോ ലക്ഷ്യം? ഈ കേരളത്തിൻ്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള പോരാട്ടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ അത്രയ്ക്ക് മോശമായിരുന്നു കേരളത്തിലെ തൊഴിലവസ്ഥ എന്ന് പറയുന്നത്. പട്ടിണി കൂലി പോലും നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകൾ ഗണ്യമായിട്ട് കുറയുന്നു എന്നുള്ളതല്ലേ കണക്കുകൾ തെളിയിക്കുന്ന കാര്യം. പക്ഷേ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. എവിടെയാ? സംഘടിത മേഖലയിലല്ല, മറിച്ച് അസംഘടിത മേഖല, കയറ്റിറക്ക് മേഖലയിൽ, നിർമ്മാണ രംഗത്ത് ഒക്കെ വളരെ അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് ആ ചർച്ച ചെയ്ത് അതിനുള്ള ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഹർത്താലുകളും മറ്റും അത് അടിക്കടി ആർക്കെങ്കിലും വിളിച്ചു കൂട്ടാൻ പറ്റുന്ന ഒന്നാവാൻ പാടില്ല. ഹർത്താലുകൾ ഒരിക്കലും നിരോധിക്കാൻ പറ്റത്തില്ല. സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ നിന്നിട്ട് ഹർത്താൽ എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന അവസ്ഥാവിശേഷം കേരളത്തിൽ, അത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ മുഖ്യ പ്രശ്നം എന്താണ്? മുഖ്യ പ്രശ്നം ഇവിടെ ഈ പുതിയ വ്യവസായങ്ങൾ വളരുന്നതിനുള്ള ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളില്ല. അതിൽ അതിവേഗ ഹൈവേ അല്ല, അത് വളരെ കൃത്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പഠന കോൺഗ്രസിൻ്റെ 3ാം വാല്യത്തിൽ ഗതാഗതത്തിൻ്റെ 46ാം നിർദ്ദേശത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെയിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അതിവേഗ ഹൈവേ പണിതാലുണ്ടല്ലോ, ഒരു 10 വർഷം കഴിഞ്ഞാൽ വേറെ അതിവേഗ ഹൈവേ വേണ്ടി വരും. ഈ റോഡ് ഗതാഗതത്തിൽ നിന്ന് കാറ് ആശ്രിത നിന്ന് കേരളം റെയിൽ പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മാറണം. അതിനുള്ള മാറ്റം, ആ മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതിവേഗ റെയിൽ കോറിഡോർ കൊണ്ടുവരിക എന്നുള്ളതാണ്. കേരളത്തിന് ഓട്ടോമൊബൈലിൻ്റെ മേലുള്ള ആശ്രിതത്വം കുറയ്ക്കുക എന്നുള്ള ദീർഘകാല കാഴ്ചപ്പാടിന് അടിസ്ഥാനത്തിൽ നമ്മുടെ ഗതാഗത മേഖലയിലെ ഒരു പുനഃസംഘടനയാണ് ഇത്. തീർച്ചയായും നമുക്ക് അതിലേക്ക് ഒരിക്കൽ കൂടി വരുന്നതിന് മുൻപ് ശ്രീ മാത്യു കുഴൽനാടൻ, എന്തുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകാത്തത് എന്ന ചോദ്യം വരുമ്പോൾ ആരിലെങ്കിലും പഴി ചാരുന്നതിന് പകരം ആത്മാർത്ഥമായ ഒരു പരിശോധന ആവശ്യമില്ലേ? ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ കാര്യമാണ് താങ്കൾ ഒരു മുടക്കുവാദത്തിൻ്റെ ഉദാഹരണമായി താങ്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. പക്ഷേ ആ സ്മാർട്ട് സിറ്റി ഇതേവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതിപ്പോൾ 5ാമത്തെ വർഷം കഴിയുകയാണ്. നോക്കൂ, മുൻപുണ്ടായിരുന്ന പ്രപ്പോസൽ പ്രകാരമാണെന്നെങ്കിൽ നമ്മൾ ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നേനെ, സമീപ ജില്ലകളിൽ മറ്റ് IT പാർക്കുകൾ പാടില്ല എന്ന നിബന്ധന അംഗീകരിക്കേണ്ടി വന്നേനെ. അങ്ങനെ വന്നാൽ അതൊരു കച്ചവടമായിരുന്നു. അതിനെ എതിർക്കുക എന്നുള്ളത് ഏതെങ്കിലും നിക്ഷേപം മുടക്കുക എന്നുള്ളതല്ലല്ലോ. ഇത് മാത്രമല്ല, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നമ്മുടെ പാതകളുടെ വികസനം നോക്കൂ, ദേശീയ പാതകളുടെ വീതി കൂട്ടൽ, മറ്റൊന്നും വേണ്ട. എത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞു? അതിന് തടസ്സങ്ങളുണ്ടായി. സ്ഥലമേറ്റെടുപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ഥലമേറ്റെടുപ്പിന് പ്രാദേശികമായ പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നു. അത് ഏത് പാർട്ടി അധികാരത്തിൽ എത്തിയാലും ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ലേ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ? തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആത്മപരിശോധന എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടായിട്ട് നടത്തേണ്ടതാണ്. ഇവിടെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്, ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെയും ഭരിക്കുന്ന നേതാവിന്റെയും മാത്രമാണ് എന്ന നിലയിലാണ് നമ്മുടെ ചർച്ച പോകുന്നത്. അങ്ങനെയല്ല, നാടിന് വേണ്ടി കൂട്ടായ രാഷ്ട്രീയ ഇച്ഛാശക്തി. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ അഭിലാഷ് അവസാനം പറഞ്ഞ ഇപ്പോ ദേശീയപാത വികസനം 45 മീറ്റർ വേണമെന്നാണ് ദേശീയ മാനദണ്ഡങ്ങൾ. അതിന് നമ്മൾ തയ്യാറാണോ അല്ലയോ? 45 മീറ്ററിന് തയ്യാറാണ് എന്ന നിലപാട് UDF എടുത്താൽ അവിടെ ഒരു പൊളിറ്റിക്കൽ സ്കോറിംഗിന് വേണ്ടി ആളുകളുടെ ആ ഒരു ഉണ്ടാകുന്ന പ്രയാസം, ആ ഇൻട്രസ്റ്റ് വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി CPM അതിനെ പൊളിറ്റിക്കലി യൂസ് ചെയ്യുമ്പോൾ നാച്ചുറലി ഡിഫൻസിലാകുകയാണ്. ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ് ആണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ഇച്ഛാശക്തി ഞാൻ ഇവിടെ നേരിട്ട് ഒരു മിനിറ്റ് സമയം തരണം. ബഹുമാനായ തോമസ് അല്ല, ഞാനൊന്ന് പറയട്ടെ. ബഹുമാനായ തോമസ് ഐസക്കിനോട് എനിക്കിവിടെ ചോദിക്കാനുള്ള കാര്യം, CPM-ന്റെ പ്രത്യയശാസ്ത്രപരമായ അപ്രോച്ച് നിങ്ങൾ മാറ്റാൻ തയ്യാറായിട്ടുണ്ടോ? കാരണം നമ്മളിപ്പോൾ വിശദമായിട്ട് ഓരോന്നും കീറി വലിച്ച് ചർച്ച ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വളരെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. CPM-ന്റെ ജനറൽ അപ്രോച്ച് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനിസമാണ്.
പ്രൊട്ടക്ഷൻ, ട്രേഡ് യൂണിയന്റെ പ്രൊട്ടക്ഷനിസം, സെക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷനിസം, അതുപോലെ തന്നെ മറ്റ് മാമൂലുകളുടെ പ്രൊട്ടക്ഷനിസം. കാരണം എന്താ, അതുപോലെ പ്രൈവറ്റൈസേഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അത് അടിസ്ഥാനപരമായ നയത്തിൽ നിന്ന് മാറ്റമാണ്. കാരണം എന്താ, റെയിൽവേയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ സെക്ടേഴ്സിൽ, അതുപോലെ ട്രേഡ് യൂണിയൻ കൾച്ചർ. ഇവിടെ ഒരു പ്രോബ്ലം, നിങ്ങൾ ട്രേഡ് യൂണിയൻ കൾച്ചർ വെച്ചിട്ട് ഈ ജീവനക്കാരുടെ അവകാശങ്ങളും അവരുടെ വേതനങ്ങളും പ്രൊട്ടക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഓർ ആർ യു വില്ലിംഗ് ടു ക്രിയേറ്റ് എ കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ? ഒരു കോമ്പറ്റീഷനുള്ള അറ്റ്മോസ്ഫിയറിന് മാർക്കറ്റിന് തുറന്നു കൊടുക്കാൻ തയ്യാറാണോ? ആ പ്രത്യയശാസ്ത്രപരമായ മാറ്റം CPM-ന് ഉണ്ടാകാതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? ഈ ചോദ്യത്തിനാണ് ആത്മാർത്ഥമായി ഡോക്ടർ ടി എം തോമസ് ഐസക് എന്താണ് അതിനുള്ള ഉത്തരം? ഒരു നിമിഷം ശ്രീ മാത്യു തുടരുക. ഡോക്ടർ ടി എം തോമസ് ഐസക്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായ മാറ്റം വന്നിട്ടില്ല എന്ന് തുറന്ന് സമ്മതിക്കട്ടെ. എൻ്റെ പാപവും കുറ്റവും ഒക്കെ ഞങ്ങൾ തന്നെ ഏറ്റെടുത്തോളാം. പറഞ്ഞ ഓരോ കാര്യം എടുക്കാം. CPM പരസ്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്, 45 മീറ്റർ വീതിക്ക് ഞങ്ങൾ സമ്മതം, എല്ലാ പിന്തുണയും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയം വേണ്ട. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് ഫ്രിഞ്ചായിട്ടുള്ള ചില എലമെൻറ്റ്സ് ഇറങ്ങി വരാം, ജനങ്ങൾ അവിടെ പിന്നിൽ അണിനിരക്കുക. അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അതിൻ്റെ വില സംബന്ധിച്ചാവും, റീഹാബിലിറ്റേഷൻ സംബന്ധിച്ചാവും തക്കതായിട്ടുള്ള പാക്കേജ് കൊടുത്ത് അവരെ നമ്മളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റണം. അല്ല വേറെ പോംവഴി കേരളത്തിലില്ല, അതിന് ചെയ്യാൻ പറ്റണം. ഈ 5-ാം വർഷം അവസാനിപ്പിക്കുമ്പോഴാണ് മാറ്റി ഞാൻ പറയട്ടെ, ഇതിനൊരു എങ്ങനെയാണ് പണം സമാഹരിക്കുക, കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അതിനൊരു ബിസിനസ് മോഡൽ എന്താണ് എന്നൊരു ചർച്ച പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, അതൊന്ന്. 2, എന്താ CPM-ൻ്റെ പ്രത്യയശാസ്ത്രം? CPM-ൻ്റെ പ്രത്യയശാസ്ത്രം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഉണ്ടാകുന്ന ഉൽപ്പാദനത്തിൽ നീതിപൂർവമായ വിഹിതം നാട്ടുകാർക്ക് കിട്ടണം. വെറുതെ ഇരുന്നാൽ കിട്ടൂല, ചോദിച്ച് മേടിച്ചേ പറ്റൂ. അത് ഇന്ത്യയും കേരളവും തമ്മിൽ താരതമ്യപ്പെടുത്താൻ മനസ്സിലാക്കാൻ പറ്റും. അത് CPM മാത്രമല്ല, നിങ്ങളും എല്ലാവരും ചോദിച്ച് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ ചോദിച്ച് മേടിച്ച് കേരളത്തിൽ നീതി വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയുള്ള സമൂഹം ഇനി സാമ്പത്തികമായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോണം. ഇപ്പം മാറ്റി പറയുന്ന പോലെ അതിനിപ്പോൾ തയ്യാറില്ല. മറിച്ച് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ഈ അവകാശങ്ങൾ, ജനങ്ങളുടെ ക്ഷേമാനുകൂല്യങ്ങൾ, ജനങ്ങളുടെ ഈ സംഘടിത അവകാശം, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു ബദൽ മാർഗം സാധ്യമാണ് എന്നുള്ളതിൻ്റെ പരിശോധനയാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, ഞങ്ങൾക്ക് അങ്ങ് പറയുന്നത് പോലെയല്ല നിലപാട്. മറിച്ച് ഞങ്ങളുടെ ഈ അടിസ്ഥാന നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലൊരു മേധാശക്തിയായിട്ട് CPM വളർന്നൊരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കുണ്ടൊരു അജണ്ട, ഇടതുപക്ഷ അജണ്ട, അത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ. ഡോക്ടർ മേരി ജോർജ്, വ്യവസായങ്ങൾക്ക് ചുവപ്പ് നാട ഒഴിവാക്കി പരമാവധി വേഗത്തിൽ ഏകജാലക സംവിധാനം വഴി അനുമതി നൽകുന്ന പ്രക്രിയ തുടങ്ങുക, പ്രവാസി നിക്ഷേപം ഉൽപാദനപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക, പൊതുഗതാഗത സംവിധാനം കുറഞ്ഞ ചെലവിൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക, ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കി ജനങ്ങളിൽ നിന്ന് സമയബന്ധിതമായി ഭൂമി ഏറ്റെടുത്ത് റോഡ് വികസനം നടപ്പാക്കുക. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന തടസ്സം എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യമായിട്ട് തന്നെ നമ്മളെ ഭൂമി ഏറ്റെടുക്കൽ എടുക്കുക. മൂലമ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പ്രശ്നം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാൽ തന്നെയും, അതായത് അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മുൻപ് ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ അവരുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. അവരുടെ റൂട്ട്സാണ് അരിഞ്ഞു മാറ്റപ്പെട്ട് അവർ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാം ഒന്നിൽ തുടങ്ങണം. അങ്ങനെയുള്ളവരുടെ മനോവ്യാപാരം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അർഹിക്കുന്ന രീതിയിലുള്ള പുനരധിവാസമാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ഒരു സർക്കാർ മുൻപോട്ട് വന്നാൽ തീർച്ചയായിട്ടും ആരും വികസന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭൂമി ഒഴിച്ചു കൊടുക്കാൻ തയ്യാറാകും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് LDF-നും UDF-നും ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിന് അതിന് വേണ്ടിയിട്ട് ഈ പുനരധിവാസ പാക്കേജ് എവിടം വരെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കുടിയൊഴിപ്പിക്കൽ മിക്കവാറും കഴിഞ്ഞ സ്ഥിതിയാണുള്ളത്. പക്ഷേ മൂലമ്പള്ളി പോലെയുള്ളത്, അതുപോലെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ, അതൊക്കെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ പരിധി വരെ പരിഹരിക്കപ്പെടാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചില തെളിവുകൾ
അതായത് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടായാൽ അത് ആരെങ്കിലും കുടിയൊഴിക്കപ്പെട്ടു പോകാൻ തയ്യാറാവുമോ? അത് ഡോക്ടർ ടി എം തോമസ് ഐസക് ഈ മുലമ്പള്ളി സംഭവിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്താണ് എന്ന് മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് സലിം ഗ്രൂപ്പിനും ടാറ്റയ്ക്കും വേണ്ടി വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്തു കൊടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ജനരോഷത്തെ നേരിടുന്നതിലുള്ള പരാജയമായിരുന്നു. ഇവിടെ അങ്ങനെ വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത് മറ്റാർക്കും വ്യവസായ സംരംഭം കൊടുക്കാൻ മാത്രം ഭൂമിയില്ല. പക്ഷേ ഈ റോഡ് വികസനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തായാലും ഭൂമി ഏറ്റെടുക്കൽ വേണ്ടി വരുമല്ലോ. നമ്മൾ ഫ്രിഞ്ച് ഗ്രൂപ്പ്സിന്റെ എതിർപ്പാണ് എന്നൊക്കെ പറയുമ്പോഴും പൂർണ്ണമായി സമവായത്തിൽ എത്താതെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ അതെന്തിന്റെ പേരിലായാലും സാധ്യമാകുമോ? ഇല്ലില്ല, ജനങ്ങളുടെ അംഗീകാരത്തോടെ ചെയ്യാൻ പറ്റൂ. ജനങ്ങളുടെ അംഗീകാരം മേടിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ പ്രൊഫസർ മേരി ജോർജ് പറഞ്ഞ പോലെ തന്നെ അതിന് മാർക്കറ്റ് വില നൽകേണ്ടി വരും. ഇനി ഉടമസ്ഥന്മാർക്ക് മാത്രമല്ല, അവിടുത്തെ കച്ചവടക്കാരെ പുനരുദ്ധരിപ്പിക്കേണ്ടി വരും. തൊഴിൽ നഷ്ടപ്പെടുന്ന ചൂട്ടുതൊഴിലാളി ആ കാലം വരെയും അവർക്കുള്ള സഹായം കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പാക്കേജ് നൽകണം. പക്ഷേ ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് അത് ഭീകരമായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ പഠന കോൺഗ്രസ് വെച്ച് നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ലാൻഡ് കമ്പനി പോലെ ഒന്ന് ഉണ്ടാക്കേണ്ടി വരും. അവർ കോപ്പറേറ്റീവ് സെക്ടർ അത് ഒരു നയപരമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പണം സമാഹരിക്കാം. അവരിൽ നിന്ന് പണം സമാഹരിക്കും. അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ വർഷം തോറും ഒരു ആനുവിറ്റി ഈ കമ്പനിക്ക് നൽകും. അപ്പോൾ അത്തരത്തിൽ ആനുവിറ്റൈസ്ഡ് സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഹകരണ ബാങ്കിലെ സർപ്ലസ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള മികച്ച പാക്കേജ് നൽകി ഈ ഭൂമി ഏറ്റെടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ മുൻ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്, ആ അനുഭവം വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എന്തും അതിൻ്റെ ന്യായമായ വില നൽകാതെയും സൗകര്യങ്ങൾ സൃഷ്ടിക്കാതെയും ചെയ്യുന്നൊരു ഏർപ്പാട് അത് പറ്റില്ല. ജനങ്ങളെ വിശ്വാസത്തിൽ ചർച്ച ചെയ്ത് മാർക്കറ്റ് വാല്യൂ അതാണ് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച നയം. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കളിലേക്ക് താങ്കൾക്ക് എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വെക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് മാത്രം റെസ്പോണ്ട് ചെയ്യാം. ശരിയാണ്, അങ്ങ് പറയുന്നത് വളരെ കൺസെപ്ഷനിലായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിനും അതിൻ്റെതായ പണം കൊടുക്കണം. പണം കൊടുത്ത് വേണ്ട പോലെ റീഹാബിലിറ്റൈസ് ചെയ്യണം. അതിനുള്ള പണം കണ്ടെത്താനുള്ള മാർഗവും അങ്ങ് പറഞ്ഞു. അങ്ങ് പറഞ്ഞതിന് ശേഷം ഇത് സർക്കാർ തിരിച്ചടക്കണം. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന്റെ ഇൻകം റേസ് ചെയ്യാനുള്ള ഡയറക്റ്റ് ടാക്സ്, ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് കൂട്ടണം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിലെ വരുമാനം കൂടണം. ഇതിനുള്ള എന്ത് സൊല്യൂഷനാണ് പറയുന്നത്? നമ്മൾ പറയുമ്പോൾ ശരിയാണ്, ഇതെല്ലാം പരമാവധി പണം കൊടുത്ത ആളുകൾ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭൂമി ഒരു സ്വകാര്യ സംരംഭം PPPക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അതിനനുവദിക്കില്ല. അതേസമയം ഇത് കണ്ടെത്തിയ ആളുകളിൽ നിന്നും ആവശ്യമായ കോമ്പൻസേഷൻ കൊടുത്ത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. സർക്കാർ എങ്ങനെ കൊടുക്കും? നിങ്ങൾ ധനകാര്യമന്ത്രിയായിരുന്ന ആളായതുകൊണ്ടാണ് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ചോദിക്കുന്നത്. പുതിയ ടാക്സ് അവന്യൂസ്, അത് ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് അത് ഇനി ഡയറക്ട് ടാക്സ് ഉയർത്തിയാണ് വരുമാനം. അല്ലാതെ കേരള സർക്കാരിന് വരുമാനം എവിടെ നിന്ന് വരും? പണം അതിന് കോപ്പറേറ്റീവ് പൈസ മാത്രമല്ല, വിദേശ ബാങ്കിൽ മാത്രമല്ല, ഒരുപാട് സോഴ്സുകളുണ്ട്. വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ അങ്ങ് ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് കേരള പഠന കോൺഗ്രസ്സിൽ ഇരിക്കുന്ന പ്രൊഫസർ മേരി ജോർജും മാത്രമല്ല, ഇന്നത്തെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആൽവിൻ പ്രകാശ്, മുൻ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ചെയർമാൻ KP കണ്ണൻ എല്ലാവരും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും തമ്മിൽ. പക്ഷേ എല്ലാവരും ഒരു കാര്യം ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഉപഭോഗ നിലയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ നികുതി നിരക്ക് വെച്ച് നമ്മുടെ നികുതി പിരിക്കാവുന്ന നികുതിയുടെ 35 മുതൽ ഒരു 50% വരെ ചോർച്ചയാണ്. 1/3 കൃത്യം. ആ നിലയെക്കുറിച്ച് ഒരു തർക്കവും ഇല്ല. ഇത് സമാഹരിക്കുന്നതിന് വിപ്ലവമൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാബേസ് ഉണ്ട്. പക്ഷേ 8 വർഷം മുമ്പ് അതിന് രൂപം നൽകിയ പോയിന്റിൽ ആദ്യമായിട്ട് നടക്കുന്നത്, മാത്യു തന്നെ അത് നേരത്തെ സൂചിപ്പിച്ചു, അതെവിടെയാണോ അവിടെ തന്നെ കിടക്കുന്നത്. C&G പരിശോധിച്ചിട്ട് ചില വാലിഡേഷൻ ക്ലോസുകൾ കൂട്ടിയാൽ വച്ചാൽ മാത്രം നമുക്ക് ഏതാണ്ട് 6000 കോടി രൂപ 2 വർഷം കൊണ്ട് കിട്ടേണ്ടത് കിട്ടാതെ പോയത്
നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു. സോ ബേസിക് പ്രമിസ്, കേരളത്തിലെ നികുതി വരുമാനത്തിൽ ഗണ്യമായ വർധനയുണ്ടാക്കാൻ പറ്റും. 2, ഇതിന് പുറമെ വായ്പ, അത് ബഡ്ജറ്റിലല്ല ഓഫ് ബഡ്ജറ്റായിട്ട്, അതിനാണ് ഈ SPVയുടെ കാര്യം പറയുന്നത്. അത്തരത്തിൽ ഒരു ധനനയം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവരും കൂടിയുള്ള ചർച്ചയിൽ നിന്നുണ്ട്. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ എ സജീവൻ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്നു. ഒരു പുതിയ കാഴ്ചപ്പാടും ഒരു പുതിയ പ്രതിച്ഛായയും ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിക്കൊടുക്കാൻ ഈ സംവാദങ്ങൾ സഹായകരമാകുമോ? എന്താണ് അതിനുള്ള രാഷ്ട്രീയമായ മറുപടി? ഇല്ല, അത് സാധ്യമാണ്. കാരണം അവരിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ പഠന കോൺഗ്രസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാരണം ഇതുവരെ അവരെടുത്തിരുന്ന പിന്തിരിപ്പൻ നയങ്ങളിൽ നിന്നും അവർ മാറിയിരിക്കുന്നുള്ളതിൻ്റെ തെളിവ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും ഇതൊക്കെ ഈ പറയുന്നതിനപ്പുറത്തേക്ക് സാധ്യമാകും. അത് UDF-നാണെങ്കിലും LDF-നാണെങ്കിലും ഈ പറയുന്ന നല്ല ആശയങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കാം. പക്ഷേ ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ഭൂമി ഏറ്റെടുക്കലിൻ്റെ കാര്യം, ഇവിടെ കോഴിക്കോട്ടൊരു കോതിപ്പാലമുണ്ട്. 4 സർക്കാരുകളുടെ കാലത്ത് അങ്ങോട്ട് ഒരു ആകാശത്ത് ഉണ്ടാക്കി വയ്ക്കിയ ഒരു പാലം മാത്രം ഉണ്ടാക്കിയ അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്രോച്ച് റോഡിന് അക്വിസിഷൻ നടന്നില്ല. അത് കഴിഞ്ഞിപ്പോൾ കാര്യങ്ങൾ ശരിയായി. ഒരു ഭാഗം മാത്രം അക്വയർ ചെയ്ത് സംഗതി വന്നു, ബാക്കി ഭാഗത്തേക്ക് കുപ്പിക്കഴുത്ത് പോലുള്ള റോഡാണുള്ളത്. ഇത് ആദ്യമേ തന്നെ ഇതൊക്കെ വേണമെന്നറിയാം. ഓരോ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഭരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ല. അതിന് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനും ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കിക്കാനും സമയോചിതമായി നടപ്പാക്കിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഭരണകൂടത്തിന് വേണം. വിശാലമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അക്കാര്യത്തിൽ വളരെ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. കേരളത്തിന് പുതിയ ഒരു വികസന അജണ്ട രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചേർന്ന CPIM-ന്റെ 4ാമത് കേരള പഠന കോൺഗ്രസിന് അവസാനമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ആ വിഷയമാണ് ചർച്ച ചെയ്തത്. വളരെ നന്ദി ഡോക്ടർ ടോമസ് ഐസക്, ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഡോക്ടർ മേരി ജോർജ്, ശ്രീ എ സജീവൻ, ശ്രീ CP ജോൺ സംസാരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം എഴുത്തിയ സവർ കാണാം. നമസ്കാരം.